ആ സുഹൃത്തുക്കളെ, ഇന്ന് തികച്ചും ഒരു പുതിയ സബ്ജക്റ്റാണ്. ഒരു പക്ഷേ മലയാളത്തിൽ പോലും ഇന്ന് വരെ വന്ന് കാണാത്തതായിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അതിനകത്ത് നമ്മൾ പ്രതിപാദിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകൾ. ഒരു വിദ്യാഭ്യാസം, ഒരു കുട്ടി വിദ്യാഭ്യാസത്തിൽ കൂടെ എത്ര മാർക്ക് ആ കുട്ടിക്ക് നേടാൻ പറ്റും. അതും പോരാതെ വേണ്ടി വന്നാൽ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് നമുക്ക് ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, ഏതൊക്കെ കൂടെ പഠിപ്പിക്കണം, അതെല്ലാം നോക്കി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷൻ. രണ്ടാണ് പ്രൈമറി എഡ്യൂക്കേഷനെ നമ്മൾ നോക്കുന്നത്. 2 പ്രൈമറി എഡ്യൂക്കേഷന്. അതുപോലെ മെയിൻ എഡ്യൂക്കേഷന് 4. അതുപോലെ 411 ബി ഗ്രേഡ് മനസ്സിലാക്കുക, ബി ഗ്രേഡ് കിട്ടും. അതുപോലെ 511 എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ലോവർ ദാൻ ബി. അപ്പോൾ ഇത് ഫസ്റ്റ് ഗ്രേഡ്, ബി സെക്കൻഡ് ഗ്രേഡ്, അതിനെക്കാട്ടിൽ ഇച്ചിരി താഴെയായിട്ടുള്ള 511 അടുത്ത ഗ്രേഡ്. ഇത് കുറഞ്ഞ അല്ലെന്നൊരു അഫെയർ ഉണ്ടോ, ഒബ്സ്റ്റക്കിള്, ഇതുമായിട്ട് ടെൻഷന്, പിന്നെ അല്ലെന്നൊരു ഇൻസൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഇതുമായിട്ട് മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ബ്ലഡ് പ്രഷർ, നമ്മുടെ റൂമിൽ നിന്നുള്ള നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷങ്ങൾ, ആനന്ദമേ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 11 ഹൗസ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഫുൾഫിൽമെൻറ്റ്. നമ്മൾ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും നമുക്ക് ഫുൾഫിൽമെൻറ്റ്, നമുക്ക് അവിടെ ഒരു ആഗ്രഹ സാഫല്യം ഇല്ലെന്ന് വരില്ല. നമുക്ക് 12 എന്ന് പറയുന്ന ഒരു വന്നു കഴിഞ്ഞാൽ, പിന്നെ 5, 8, 5, 6, 8, 12 വന്നു കഴിഞ്ഞാൽ ടെർമിനേഷൻ ഓഫ് ദ അഫെയർ. ടെർമിനേഷൻ ഓഫ് ദ അഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മളൊരു ലവ് മാരേജ് വരും. അപ്പം ഇവിടെ ഓൾറെഡി പറഞ്ഞു 6, 8, 12 കൊള്ളത്തില്ലെന്ന്. അപ്പം അവിടെ പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ വരും. അപ്പം അവിടെ വിവാഹമോചനം 100% ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേയായിട്ട് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും 100% വിവാഹമോചനം. അപ്പം അതേമാതിരി 5, 8, 5, 12 അല്ലെ 5, 8, 12 റെപ്യൂട്ടഡായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കാനുള്ള ചാൻസാണ്. ഇവിടെ സൂര്യദശയിൽ ഉള്ളൊരു കുട്ടിയാണ് കല്യാണം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൂടെ പാസ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഉണ്ടാകുന്നത്. അതുപോലെ 3 ഇത് നമ്മുടെ ചന്ദ്രദശയാണെന്ന് വരിക കുട്ടിയുടെ മോനെ പോലെ അല്ലെങ്കിൽ മോൻ്റെ കൂട്ടോ അല്ലെന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഒരു കുട്ടിയുടെ കൂട്ടോ നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഉരുണ്ട മുഖമുള്ള ഒരു ആളുമായിട്ട് കല്യാണം കഴിക്കാനുള്ള സാധ്യതയാണ്. ചൊവ്വാദശയിൽ അതേ സമയത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ലവ് അഫെയർ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോൾജിയേഴ്സ് അല്ലെങ്കിൽ പട്ടാളക്കാരോ പോലീസോ അല്ലെ ഇക്വലൻ്റായിട്ടുള്ള ക്യാരക്ടർ ഉള്ളതായിട്ടുള്ള അവരുടെ കൂട്ടുള്ള ഒരു അതോറിറ്റിയുള്ള ആ രീതിയിലുള്ള ആൾക്കാരുമായിട്ട് വിവാഹബന്ധം നടക്കാനുള്ള സാധ്യതയാണ്. അതുപോലെ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹു വിത്ത് ലോവർ കാസ്റ്റ് ഓർ മച്ച് ഓർഡർ ജോബ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രതിപാദിക്കാനുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന 2 സബ്ജക്റ്റാണ്. ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ അടുത്ത വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ് മാര്യേജ്. ഒരാൾക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെ പോസിബിലിറ്റിയാണ്, അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ ഉണ്ടോ, ഒളിച്ചോടാനുള്ള സാധ്യത ഉണ്ടോ, അച്ഛൻ്റെ അമ്മയുടെ പെർമിഷനോട് കൂടിയാണോ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ലവ് മാരേജ് ആണോ, അങ്ങനെ ഡീറ്റെയിൽഡായിട്ടുള്ള അറിയാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ 2 സബ്ജക്റ്റാണ് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അത് കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം ഇതെല്ലാം നമ്മുടെ നിത്യജീവിതങ്ങളുമായിട്ട് ബന്ധമുള്ള. അപ്പോൾ അത് മാത്രമല്ല, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അസ്ട്രോളജിക്കൽ എവിഡൻസ് എന്തൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളതെന്ന്. കാരണം ഇന്ന് കേരളത്തിൽ ഒരുപാട് ജ്യോതിഷം എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഒരുപാട് അത് സമൂഹം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ചില വിശ്വാസം പോലും ഇല്ലാതായി. ചില ആൾക്കാർ അവരവർക്ക് തന്നെ സ്വന്തമായിട്ട് തിയറി ഉണ്ടാക്കുന്നു, ഇത് ഞാൻ കണ്ടുപിടിച്ചാണെന്നൊക്കെ പറയും. കാരണം ഈ ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ 10,000-ൽ കൂടുതൽ വർഷം പഴക്കമുള്ളതെന്ന് ഓർക്കണം. അപ്പോൾ അത്രയും വർഷങ്ങൾ പഴക്കമുള്ള എന്തിനു പറയുന്ന ലാൽക്കിത പോലും വെറും 135 ലെസ് ദാൻ 135 ഇയേഴ്സേ ആയിട്ടുള്ള ഇറങ്ങിട്ടെ. അപ്പോൾ എന്നിട്ട് പോലും
അതിന് പോലും കേരളത്തിൽ സ്വീകാര്യത ലഭിക്കാത്ത സമയത്ത് ഞാൻ കണ്ടുപിടിച്ച തിയറി എന്നും പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് മൂട്ടിച്ചിട്ട് കൊണ്ടുവന്ന് എന്തെങ്കിലും പറയുന്നതല്ല ജ്യോതിശാസ്ത്രം. ജ്യോതിശാസ്ത്രത്തിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കുരുക്കുകളെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡെഡിക്കേഷനെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാൾക്ക് മാത്രമേ അതുമായിട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇവിടെ 3 സബ്ജക്റ്റാണ് ഇതിനകത്ത് ടച്ച് ചെയ്തിട്ടാണ് കവർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബൃഹനാഡി അസ്ട്രോളജി, അതേമാതിരി KP അസ്ട്രോളജി, അതുകൂടാതെ നമ്മുടെ നക്ഷത്രനാട്. അപ്പം ഈ 3 എണ്ണത്തിൻ്റെയും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അത് ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസും സാധ്യതകളും എന്താണെന്നാണ് നമ്മളിവിടെ മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമ്മുടെ ചാനലിൻ്റെ പേര് അസ്ട്രോ ഗുരു എന്നാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടെ അസ്ട്രോ പ്ലസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫേമുണ്ട്. കാരണം ഇത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാരണം ഇത് ലീഗലി നമ്മൾ രജിസ്റ്റർ ചെയ്തതാണ്, നമ്മുടെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള ഫോർമാലിറ്റികളും ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ജസ്റ്റ് പോകുന്നതെന്നൊന്ന് പറയുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. കരിയർ ആൻഡ് ഫൈനാൻസ്, ഉള്ള ചൈൽഡ് ബർത്തുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രഗ്നൻസി, അഡോപ്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏതൊക്കെ ജോലി സെലക്ട് ചെയ്യാം, അതുപോലെ ഈ ജോബുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടാം. സപ്പോസ് എന്നിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് അങ്ങനെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നുള്ള മനസ്സിലാക്കുക. അതുപോലെ ജോബ് പ്രമോഷന്, അതേമാതിരി നമുക്ക് പ്രശ്നശാസ്ത്രമുണ്ട്. ഇന്ന് പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ജീവിതത്തിൽ. നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ചില ആൾക്കാർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല, ടൈമും അറിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 1 മുതൽ 249 വരെയുള്ള നമ്പറുണ്ട്. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ, ഏതൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്ത് ബന്ധപ്പെട്ടായിട്ടുള്ള അവരറിയേണ്ട കാര്യങ്ങൾ. സപ്പോസ് മാരി റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ റിലേറ്റഡ് ചൈൽഡ് ബർത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഒടിവ് വരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഏറ്റവും ഒടിവ് ലാസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് ഇതിനകത്തുള്ളത്, അതിൻ്റെ പോസിബിലിറ്റി കാര്യങ്ങൾ, അതിൻ്റെ ജെന്യൂനിറ്റി കാര്യങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ജെന്യൂനിറ്റി കാര്യങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ ഒടിവ് വരെ കാണുക. അപ്പോൾ നമ്മൾ അസ്ട്രോളജിയിൽ നമ്മൾ നോക്കുമ്പം പല ഹൗസിന് നല്ല ഹൗസുണ്ട്, അവിടെ അഴുക്ക് ഹൗസുണ്ട്. അപ്പോൾ ആ നല്ല ഹൗസ് ഏതൊക്കെയാണ്, അഴുക്ക് ഹൗസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. നല്ല ഹൗസ് എന്ന് പറഞ്ഞാൽ 1 നല്ലാണ്, 2 നല്ലാണ്, 4 നല്ലാണ്, 5 നല്ലാണ്, 7 നല്ലാണ്, 10 നല്ലാണ്, 11 നല്ലാണ്. പിന്നെ 6, 8 ഈ പറയുന്ന ഹൗസുകൾ 6, 8, 12 പൊതുവെ നല്ല ഹൗസല്ല. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില ഇവിടെ പ്രതിപാദിക്കാത്ത ഹൗസ് ഉണ്ട്. പക്ഷേ ആകെ ഒന്ന് മനസ്സിലാക്കുക, ആകെ 12 ഹൗസേ ഉള്ളൂ. 12 ഹൗസുകളും 9 നമുക്ക് ഗ്രഹങ്ങളുമാണുള്ളത്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന് മനസ്സിലാക്കുക. അപ്പം 6, 8 എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ രോഗം, കടം, 8 എന്ന് പറഞ്ഞാൽ ലോട്ടറി, വലിയ ഭാഗ്യം, അതുപോലെ മരണത്തിൻ്റെ എന്ന് പറയാം. അതേമാതിരി 12 എന്ന ഹൗസ് ഓഫ് എക്സ്പെൻസ്. അപ്പോൾ ഓരോ ഹൗസുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിരിക്കുക ശ്രദ്ധയോടെ. ഇതാണ് നമ്മുടെ 12 ഹൗസുകൾ. ഫസ്റ്റ് ഹൗസ് ഇത്, സെക്കൻഡ് ഹൗസ്, തേർഡ് ഹൗസ്, ഫോർത്ത് ഹൗസ്, ഫിഫ്ത്ത് ഹൗസ്, സിക്സ്ത് ഹൗസ്, സെവൻത് ഹൗസ്, 8th ഹൗസ്, 9th ഹൗസ്, 10th ഹൗസ്, 11th ഹൗസ്, 12th ഹൗസ്. അപ്പോൾ ഈ 12 ഹൗസ്, ആ ഹൗസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കാകെ 12 ഹൗസുകളും 9 ഗ്രഹങ്ങളുമാണുള്ള ഉള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് ഹൗസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഹൗസ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട, അത് സെൽഫ് എഫോർട്ടാണ്. നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിയെ, അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഒന്നുകൂടെ പറയാതെ ഓടിച്ചെന്ന് പറയുന്നതേ ഉള്ളൂ. അതുപോലെ സെക്കൻഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ മണി, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള. തേർഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് ആൻഡ് ട്രാവൽ. അപ്പോൾ ഫോർത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മയെ സൂചിപ്പിക്കുന്നു, പേഴ്സണൽ ലൈഫ്. ഫിഫ്ത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രന്, ഇമോഷന്. ഇത് ഡീറ്റെയിൽഡായിട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്പീഡ് കൂടുതലാണെന്ന് വിചാരിക്കൽ ഈ വീഡിയോ ഇല്ലെന്നൊരു നീണ്ടുപോകും. അതുപോലെ 6th ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ, അങ്ങനെയൊക്കെ ഉള്ള സ്ലേവ്സ്, സെപ്പറേഷൻ എന്നുള്ള രീതിയിലാണ്. 7ാമത്തെ ഹൗസ് എന്ന് പറയുന്നത് സ്പൗസ്, ബിസിനസ് പാർട്ട്നേഴ്സ്. പിന്നെ 8ാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ ബാഡ് ലക്ക്, ലോഞ്ചിവിറ്റി. 9ാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ട്രാവൽ. 10 എന്ന് പറഞ്ഞാൽ കരിയർ ആൻഡ് റെപ്യൂട്ടേഷൻ. 11 എന്ന് പറഞ്ഞാൽ ഗെയിൻ, വിക്ടറി. 12 എന്ന് പറഞ്ഞാൽ ലോസ് ആൻഡ് ഡെപ്റ്റ്. ഇതിൻ്റെ ഡീറ്റെയിലായിട്ട് മലയാളത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കല്ലേ ഇത് ഇങ്ങനെ അടിച്ചു വിട്ടു പോകുന്നു. ഇതല്ല, നമ്മൾ ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേന് മീൻസ് അടുത്ത ഇതിൻ്റെ ഇത് വരുമ്പോഴത്തേന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്.
അപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തെ 12 പോർഷനായിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹൗസാണ് നമ്മുടെ ഹെഡ്, തലേന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫേസ്, അതായത് നമ്മുടെ നെറ്റിയുടെ പുരിയ മോലും മേളോട്ടുള്ള ഭാഗം. രണ്ടാമത്തെ നിന്ന് ഫേസ്. മൂന്നാമത്തെ നിന്ന് നമ്മുടെ തൊണ്ടയുടെ താടിയുടെ അടിഭാഗം മുതൽ 2 കൈകളും നെഞ്ചിൻ്റെ കുറച്ച് മേൽഭാഗം. അടുത്ത നിന്ന് നമ്മുടെ ഹാർട്ടൊക്കെ ഇരിക്കുന്ന ഒരു പോർഷൻ എന്ന നാലാമത്തെ പോർഷൻ എന്നാൽ നെഞ്ചിൻ്റേതായിട്ട് വരും. 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക്, അപ്പർ സ്റ്റൊമക്ക്, അതായത് നെഞ്ചിൻ്റെ തൊട്ട് താഴത്തേത്. 6 നിന്ന് ഹിപ്പ്, നമ്മുടെ അരയും ബാക്ക് സൈഡും അങ്ങനെയൊക്കെ ഉള്ള ഏരിയ ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ 7 എന്ന് പറഞ്ഞാൽ ബോവൽസ്, നാഭി, ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അടിവേറിൻ്റെ ഏകദേശമുള്ള ഒരു പോർഷനാണ്. പിന്നെ അതേമാതിരി നമ്മുടെ 8 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ഓർഗൻസ്, നമ്മുടെ സെക്സ് ഓർഗന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം 8ാമത്തെ ഭാഗത്ത് വരും. അതുപോലെ 9 എന്ന് പറഞ്ഞാൽ നമ്മുടെ തുട, 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മുട്ട്, അതുപോലെ നമ്മുടെ പുല്ലുവേരി എന്ന് പറയുന്ന സ്ഥലം ആംഗിൾ ആണ് 11 എന്ന് പറയുന്നത്. 12 എന്ന് നമ്മുടെ കാലിൻ്റെ ഫീറ്റ്. ഇത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വിശദമായിട്ടുള്ള നമ്മുടെ കോഴ്സിൽ ആർക്കെങ്കിലും ചേരേണ്ട താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ 12 ഹൗസിനെയും ഓരോ ഗ്രഹങ്ങളാണ് ഭരിക്കുന്നത്. 1 എന്ന് പറയുന്ന ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭരിക്കുന്ന ചൊവ്വാണ്. മാർസ് എന്ന് പറഞ്ഞാൽ ചൊവ്വാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. 2ാമത്തെ ഹൗസാണ് ഈ 2 എന്ന് പറയുന്ന ഹൗസാണ് ഇവിടെ. അപ്പം അത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റ് ചെയ്യുന്നു. ബാക്കി നമ്മുടെ ഡീറ്റെയിൽഡായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞുതരാം. ഇത് വീനസ്, ശുക്രനാണ് ഇവിടെ ഈ ഒരു ഹൗസിനെ ഭരിക്കുന്നത്. അതായത് 3ാമത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ മെർക്കുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുധനാണ് ഇവിടെ ഭരിക്കുന്നത്. വീനസ് എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. ഇത് മെർക്കുറി. ഇത് നിങ്ങൾ മേടിക്കേണ്ട, ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷല്ല, മലയാളത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ കണ്ടിന്യൂഷൻ വരുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അടുത്ത 4ാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ മൂണ്, ചന്ദ്രനാണ് ഈ ഹൗസിനെ 4ാമത്തെ ഹൗസിനെ ഭരിക്കുന്നത്. നമ്മുടെ ഒരു വ്യത്യാസം, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ പറ്റാൻ സാധ്യതയുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചാർട്ടാണ് ഈ റിഫർ ചെയ്യുന്നത്. കാരണം ഈ നോർത്ത് ഇന്ത്യൻ ചാർട്ടാണെന്നൊരു നമുക്ക് ഇങ്ങോട്ടാണ് ഗ്രഹങ്ങൾ പോകുന്നത്, മറ്റേത് അങ്ങോട്ടാണ്, റൈറ്റ് സൈഡിലോട്ട് വെക്കും. ഇതൊക്കെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും എഫക്റ്റ് ഒന്നാണ്, വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതുപോലെ 5ാമത്തെ ഹൗസിനെയാണെന്ന് എഴുതി ഭരിക്കുന്നത് സൂര്യനാണ്. 5 എന്ന് പറയുന്നത് ഭരിക്കുന്നത്. 6 എന്ന് പറഞ്ഞാൽ പിന്നെയും മെർക്കുറിയാണ്. മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധനാണ് ഭരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് 2 ബുധനുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു ബുധന് ഇവിടെ ഉണ്ട്, പക്ഷെ ഒരു ബുധന് വേണ്ട. അപ്പോൾ ഇവിടെ ഒരു ബുധനുണ്ട്. അപ്പം അതൊരു ചുമന്ന ഇങ്കി കാണിക്കാം. ഇതാ ഇവിടെ ഒരു ബുധനുണ്ട്, അവിടെ ഒരു ബുധനുണ്ട്. അപ്പോൾ 2 ബുധനുണ്ടെന്ന് മനസ്സിലാക്കാം. അതേപോലെ അടുത്ത നോക്കുമ്പം വേണ്ട ശുക്രനാണ് 7നെ ഭരിക്കുന്നത്. അപ്പോൾ ശുക്രന് ഇതിനു മുമ്പും നമ്മൾ ശുക്രനെ കണ്ടായിരുന്നല്ലോ. അപ്പം നോക്കി ഇവിടെ ഈ ശുക്രന് 2 ശുക്രനായി. അപ്പം ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പം ഇതൊരു ശുക്രൻ്റെ ഒരു ഹൗസ്, ഇത് ശുക്രൻ്റെ വേറൊരു ഹൗസ്. 2ഉം 7ഉം ശുക്രൻ്റെ ഹൗസ്. അതുപോലെ ബുധൻ്റെ ഹൗസ് എന്ന് പറഞ്ഞാൽ 3ഉം 6ഉം ബുധൻ്റെ ഹൗസ്. അങ്ങനെ മനസ്സിലാക്കുക. അതുപോലെ 8 എന്ന് പറയുമ്പം പിന്നെ ചൊവ്വയാണ്, ചൊവ്വയുടെ ഹൗസാണ്. നമ്മൾ വേറെ ഒരു ചൊവ്വ ഇടയ്ക്ക് കണ്ടിരുന്നു, നിങ്ങൾക്ക് തെറ്റിയില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ചൊവ്വാണ് ഇവിടുന്ന് നേരത്തെ മാസം എഴുതിയേക്കുന്നതുകൊണ്ട് മാസം ഇവിടെ ചൊവ്വ, ഇവിടെയും മാസം എഴുതിയിട്ടുണ്ട്. അത് ചിലപ്പോൾ അത്ര ഇങ്കിൻ്റെ ക്ലിയർ അല്ല. അപ്പം മാസം എന്ന് പറഞ്ഞാൽ ചൊവ്വ അവിടെ. അതേമാതിരി അടുത്ത നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ 9 എന്ന് പറയുമ്പോൾ ഇവിടെ ജൂപ്പിറ്റർ, വ്യാഴമാണ് 9ാമത്തെ ഹൗസിനെ ഭരിക്കുന്നത്. അതുപോലെ 10ാമത്തെ ഹൗസിനെ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശനിയാണ് 10ാമത്തെ ഹൗസിനെയും 11ാമത്തെ ഹൗസിനെയും ഭരിക്കുക എന്ന് പറഞ്ഞാൽ ശനിയാണ്, സാറ്റേണ്, ശനിയാണ്. അപ്പോൾ ഇതാണ് 10ഉം 11ഉം. പിന്നെ 12 എന്ന് പറയുമ്പോൾ പിന്നെയും ജൂപ്പിറ്റർ. അപ്പം ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ 10ഉം ഈ ഒരു സംഭവവും അല്ലെന്നൂരിൽ ഇപ്പുറത്തേക്ക് കണ്ട ഈ പറഞ്ഞ ജൂപ്പിറ്ററും വേണ്ട 2 ജൂപ്പിറ്റർ, ഇവിടെ ഒരു ജൂപ്പിറ്റർ ഉണ്ട്, ഇവിടെ ഒരു ജൂപ്പിറ്റർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഹൗസിൻ്റെ ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ബേസിക് അറിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോയാലേ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് പറയുന്നത്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മെയിൻ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വിദ്യാഭ്യാസത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി എഡ്യൂക്കേഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ, 4 എന്ന് പറഞ്ഞാൽ മെയിൻ എഡ്യൂക്കേഷൻ്റെ ഹൗസ്, 9 എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ,
11 എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പം നമുക്ക് ഈ ഇത് വെച്ചിട്ട് ഓരോ ഗ്രേഡ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഒരു കുട്ടി പഠിക്കുന്ന ആ ഒരു കുട്ടിക്ക് 4911 എന്ന് പറഞ്ഞാൽ എ ഗ്രേഡ് കിട്ടി, അത് 411 എന്ന് പറഞ്ഞാൽ ബി ഗ്രേഡ് കിട്ടി, എക്സാമിൻ്റെ മാർക്കാണ്. അതുപോലെ 511 എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഓവർ ദാൻ, ആ നേരത്തെ ഉള്ള ബി ഗ്രേഡിനെക്കാട്ട് കുറച്ചുള്ള മാർക്ക് കിട്ടി. അതുപോലെ 49 എന്ന് പറഞ്ഞാൽ സി ഗ്രേഡാണ്. അപ്പം അതേപോലെ 49 സി ഗ്രേഡ്, 259 എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും ഒരു ഇച്ചിരി താണ ഗ്രേഡ്. അതുപോലെ 6, 8, 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയറാണ്. അപ്പം ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. നമുക്ക് ഇതിൻ്റെ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ. ഇത് തന്നെ നമ്മൾ ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ ഏരീസ് മേടം, ടോറസ് ഇടവം, ജെമിനി എന്ന് പറഞ്ഞാൽ മിഥുനം, ക്യാൻസർ എന്ന് പറഞ്ഞാൽ കർക്കടകം, ലിയോ എന്ന് പറഞ്ഞാൽ ചിങ്ങം, വിർഗോ എന്ന് പറഞ്ഞാൽ കന്നി, ലിബ്ര എന്ന് പറഞ്ഞാൽ തുലാം, സ്കോർപ്പിയോ, തുലാം വൃശ്ചികം, പിന്നെ സജിറ്റാരിയസ് ധനു, കാപ്രിക്കോൺ മകരം, അക്വാറിയസ് കുംഭം, പിന്നെ മീനം മേടം, മീനം. അങ്ങനെ 12 മാസങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഹൗസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ നമ്പർ 1 ഹൗസ്, ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ അഭിലാഷം, നമ്മുടെ എംബിഷന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ഇച്ഛാശക്തി, വിൽ പവർ, അതുപോലെ നമ്മുടെ ക്യാരക്ടർ, സ്വഭാവം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ഹൗസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സെക്കൻഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൗസാണ്, ഈ ടോറസ് എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഒരു പൊസഷന്, നമ്മളെ തന്നെയാണ് സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ സംസാരം, ആശയവിനിമയം, അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം സെക്കൻഡ് ഹൗസാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മളടങ്ങുന്നതായിട്ടുള്ള കുടുംബങ്ങൾ, അതുപോലെ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്, നമ്മുടെ കഴിക്കുന്ന ശീലങ്ങൾ, അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഒരു ഹൗസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ പ്രൈമറി ഉള്ള വിദ്യാഭ്യാസം, അപ്പോൾ അത്ര ഒരു കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ തേർഡ് ഹൗസാണിത്. ഈ തേർഡ് ഹൗസിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, നമ്മുടെ സിബിലിങ്സ്, നമ്മുടെ സഹോദരങ്ങൾ, പിന്നെ നമ്മുടെ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ എഴുതാനുള്ള കഴിവ്, റൈറ്റിംഗ് സ്കില്ല്, പിന്നെ കോമ്പറ്റീഷൻ, മത്സര പരീക്ഷയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കെടുക്കാൻ റിലേറ്റഡ്, പിന്നെ നമ്മുടെ അയൽവക്കക്കാർ, നൈബേഴ്സ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് തേർഡ് ഹൗസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഫോർത്ത് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ അമ്മയെ സൂചിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഹോം പ്രോപ്പർട്ടി, നമ്മുടെ വീട്, സ്വത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ വണ്ടി, വാഹനമേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ മെയിൻ എഡ്യൂക്കേഷൻ്റെ ഹൗസാണ് 4 എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോർത്ത് ഹൗസ്. അതുപോലെ ഡൊമസ്റ്റിക് എൻവയോൺമെൻറ്റ്, നമ്മുടെ ഗാർഹിക ചുറ്റുപാട്, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ചുറ്റുപാട് കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോർത്ത് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൗസിനെ പറ്റിയും പറയാനാണ് ഒരുപാടുണ്ട്. അപ്പം നമുക്കെല്ലാം കൂടി ഇവിടെ കവർ ചെയ്ത് പോകുന്നതിനുള്ള ഇതുണ്ട്. ഒത്തിരി സബ്ജക്റ്റ് പറയാനുണ്ട് ഈ ഒത്തിരി ഹൗസുകൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ചുരുക്കി ഒന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്കിവിടെ കുട്ടികളെ ഒരു ഹൗസിനെ പറ്റി 50 കൂടുതൽ കാര്യങ്ങൾ ഓരോ ഹൗസിനെ പറ്റിയും പറയാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെയുള്ളത് പഠിക്കുക, അഡ്വാൻസ് ആയിട്ടുള്ള പഠിത്തമോ കാര്യമൊക്കെ ഉള്ള സമയത്ത് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ഈ ഹൗസ് എന്ന് പറഞ്ഞാൽ 5ാമത്തെ ഹൗസ്, ഈ ഹൗസ് ഓഫ് ദ ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയുടെയും അങ്ങനെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ചൈൽഡ് ബർത്ത് എല്ലാം 5th ഹൗസാണ്. അപ്പം ഇവിടെ കുട്ടികൾ, അതുപോലെ റൊമാൻസ്, പ്രണയം, ലവ് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ വിസ്ഡം, നോളജ്, ജ്ഞാനവും അറിവും, പിന്നെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ സർഗാത്മകത, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, പാസ്റ്റ് ലൈഫ്, മുൻകാല ജീവിതങ്ങൾ, ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി, അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള 5th ഹൗസാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ 6ാമത്തെ ഹൗസ് നോക്കിക്കഴിഞ്ഞാൽ രോഗവും അങ്ങനെ കടവും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ 6ആണ്. ഈ 6 എന്ന് പറയുന്ന ഹൗസ്. അപ്പോൾ നമുക്ക് ദ ഹൗസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്, രോഗങ്ങളും ആരോഗ്യവും ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ശത്രുക്കൾ, മത്സരം റിലേറ്റഡ് ആയിട്ടുള്ള എനിമീസ് ആൻഡ് കോമ്പറ്റീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ വായ്പകൾ, കടങ്ങളും കാര്യങ്ങളും, ലോണ്, ഡെപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ 6ാമത്തെ ഹൗസിൽ നിന്നാണ് അറിയുന്നത്. അതുപോലെ സർവീസ് ആൻഡ് ജോബ്, സേവനവും ജോലി, ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട
ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പാർട്ട് ടൈം ജോബ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം 4th ഹൗസാണ്. പിന്നെ ലീഗൽ മാറ്റേഴ്സ്, നിയമപരമായിട്ടുള്ള പല കാര്യങ്ങൾ എല്ലാം 4th ഹൗസാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതേമാതിരി 7th ഹൗസ് നോക്കിക്കഴിഞ്ഞാൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിത പങ്കാളി, സ്പൗസ്, അതുപോലെ ബിസിനസ് പാർട്ട്ണറാണെന്ന നിലയിൽ, അതുപോലെ നമ്മുടെ പങ്കാളി, അവരുടെ പിന്നെ പാർട്ട്ണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മാരേജ്, ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡിസയർ, നമ്മുടെ ലൈംഗിക താല്പര്യങ്ങൾ, സംതൃപ്തികൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ 7ാമത്തെ ഹൗസാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ 8ാമത്തെ ഹൗസ് എന്നത് ഹൗസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെന്നിട്ട് പറയാം. പിന്നെ ഇത് നോക്കി 8ാമത്തെ ഹൗസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മരണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റീസൺസ് ഫോർ ഡെത്ത്, അതേമാതിരി നമ്മുടെ സീക്രട്ട് മിസ്റ്ററീസ്, നമ്മുടെ രഹസ്യങ്ങൾ, നിഗൂഢതകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തടസ്സങ്ങൾ, ലോട്ടറി കാര്യങ്ങൾ, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലോട്ടറി അടിക്കുന്നത്, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില നഷ്ടങ്ങൾ വരുന്നത്. അപ്പം നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും കൂടെ ഹൗസാണ് 8 എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ മറഞ്ഞിരിക്കുന്ന സമ്പത്ത്, ഹിഡനായിട്ടുള്ള ചില വെൽത്ത്, രഹസ്യമായിട്ടുള്ള ചില പേഴ്സണാലിറ്റി, എല്ലാ ആൾക്കാർക്കും അറിവുണ്ട്, ഒന്നല്ല വേറെ ഒരു രീതിയിലുള്ള അറിവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു 8th ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പം 9th ഹൗസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഹയർ എഡ്യൂക്കേഷനായിട്ടുള്ള കാര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം, അതുപോലെ നമ്മുടെ ലക്ക്, ഭാഗ്യം റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ ദീർഘദൂര യാത്രകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, തത്വചിന്ത, അങ്ങനെയുള്ളത്, അതുപോലെ മതവും വിശ്വാസം, റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് വരെ ഒരു പിതാവിൻ്റെ, അച്ഛൻ്റെ കാരണം ഇവിടെ നമ്മുടെ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഒരു ആണിനെ സൂര്യനായിട്ട് കണക്കാക്കുന്നത് 18 വയസ്സ് കഴിഞ്ഞാൽ അതും ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് ഫാദറായിട്ട് വരും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. കാരണം ഇത് ഫാദറിൻ്റെ ഹൗസ് എന്ന് പറയുന്നെന്ന് പറഞ്ഞാൽ നമ്മളും ഫാദറായിട്ട് മാറും ഒരു 18 ഇയേഴ്സ് ആകുമ്പോൾ. ആ ഒരു കൺസെപ്റ്റോട് അറിഞ്ഞിരിക്കുക. അതുപോലെ 10ാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ ജോലിയും പദവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം 10ആണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഈ 10 എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, സാമൂഹിക പദവികൾ, സോഷ്യൽ സ്റ്റാറ്റസ്, പിന്നെ നമ്മുടെ പ്രശസ്തി, ഫെയിം ആൻഡ് റെക്കഗ്നേഷൻ. നമുക്കൊരു നല്ല ജോലി ഉണ്ടെങ്കിൽ അംഗീകാരം ഉള്ളല്ലോ, അത് ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ റിലേഷൻഷിപ്പ് വിത്ത് അതോറിറ്റീസ്, അപ്പോൾ നമ്മൾ അധികാരികളുമായിട്ടുള്ള ബന്ധങ്ങൾ. പിന്നെ അതേമാതിരി 10 എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ, ഫാദറിൻ്റെ ഹൗസാണ്, അതും മനസ്സിലാക്കുക. അതേപോലെ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഗെയിൻ, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൗസാണ് ഈ 11 എന്ന് പറയുന്നത്. നമുക്ക് ഏത് സംഗതിക്കകത്തും ഫുൾഫിൽമെൻ്റ് ആൻഡ് ഡിസയർ, ഈവൻ എഡ്യൂക്കേഷനകത്തായാലും മാരേജിനകത്തായാലും പല കാര്യങ്ങൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൗസാണ് 11. ആ ആഗ്രഹ സാഫല്യം, ആഗ്രഹ പൂർത്തീകരണമാണ്. നമ്മൾ എന്തിപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെന്ന് വരും. പിന്നെ അതിന് നമുക്ക് അർത്ഥമില്ല. ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാലും അല്ലെന്നൊരു കുട്ടികളുണ്ടായി കഴിഞ്ഞാലും ഏതിനും ആ 11 എന്ന് പറയുന്ന ഹൗസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഈ ഹാപ്പിനെസ്, ഫ്രീഡം, നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യം, അതുപോലെ നമ്മുടെ സൗഹാർദ്ദം, ചെറിയ നമ്മുടെ രഹസ്യങ്ങൾ, പേഴ്സണൽ സീക്രട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും, പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന്, പിന്നെ നമുക്ക് പറയുന്ന ഇത് നമുക്ക് ഈ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഗെയിന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇതാണ് നിൽക്കുന്നത്. പിന്നെ ഫാദറിൻ്റെ വീടായിട്ടുള്ള ഹൗസ്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സ്പെൻസ്, ചിലവുകൾ, നഷ്ടങ്ങൾ, അതുപോലെ ആത്മീയമായിട്ടുള്ള സ്പിരിച്വാലിറ്റി, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡാമേജ്, നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നടക്കുന്നതായിട്ടുള്ള പല നാശനഷ്ടങ്ങൾ, പിന്നെ വിദേശ യാത്ര അല്ലെ വിദേശ ജീവിതം, ഫോറിൻ ലൈഫ്, പിന്നെ ആശുപത്രിയിലോട്ട് അഡ്മിറ്റ് ആകുന്നത്, അതുപോലെ തടവിലാകുന്നത്, ഇംപ്രിസൺമെൻറ്റ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പൊതുവെ 12 ഹൗസ് മോശമാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക 6, 8, 12 ഹൗസ് അത്ര കൊള്ളുകയില്ല. അതുപോലെ പേഴ്സണൽ സീക്രട്ട്, വ്യക്തിപരമായിട്ടുള്ള ചില സീക്രട്ടുകൾ, കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ ശയനസുഖം, നമ്മുടെ ഒരു ഒരു സീക്രട്ട്, പേഴ്സണൽ സ്വകാര്യങ്ങൾ, ഒരു ബെഡ്റൂമുമായിട്ട് ബന്ധപ്പെട്ട ലൈഫ്, ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പലതും ഈ ഒരു 12 എന്നുള്ള ഹൗസാണെന്നുള്ള മനസ്സിലാക്കുക.
ഇത് നമ്മുടെ ശിഷ്ടമാണ്. അതായത് ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആ ആളിൻ്റെ ജീവിതം ആയുസ്സെന്ന് പറഞ്ഞാൽ 120 വയസ്സാക്കി കണക്കാക്കുന്നു. അപ്പോൾ ആ 120 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കേതുവിലാണെന്ന് ജനിച്ചെന്ന് വരില്ല, അവിടെ നിന്ന് ഇത് എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് 120 വയസ്സ് വരെ വരും. അപ്പോൾ 60 വയസ്സ് അതിൻ്റെ പകുതി നിന്ന് ഷഷ്ടി പൂർത്തി, അതിൻ്റെയൊക്കെ കണക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ രാശി ഇപ്പോൾ ഇവിടെ ചന്ദ്രദശയായാലും ജനിച്ചതെന്ന് അവിടെ മുതൽ ചന്ദ്രൻ മുതൽ സ്റ്റാർട്ടാകുക, എന്നിട്ട് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലെന്ന് ഇത് ഇവിടെ നിന്നല്ല, ഇവിടെ ജനിച്ച ഒരാൾക്ക് ഇവിടെ നിന്ന് പക്ഷേ ഇത് കറങ്ങി അത് കഴിഞ്ഞിട്ടാണ് ഈ കേതു എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലോട്ട് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ജന്മശിഷ്ട അനുസരിച്ച് പിന്നെ ഈ ദശ കണ്ടുപിടിക്കുന്ന കാൽക്കുലേഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അപ്പം നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയിലല്ലാതെ ഒരു കാരണവശാലും അങ്ങനെ കാര്യങ്ങൾ ഒരുപാട് ടൈം എടുക്കുന്ന കാര്യങ്ങളാണത്. അപ്പം നമുക്ക് മനസ്സിലാക്കുക, കേതു 7 വർഷമാണ്, വീനസ് അതായത് ശുക്രൻ എന്ന് പറഞ്ഞാൽ 20 വർഷമാണ്, സൂര്യൻ അതേമാതിരി 6 വർഷമാണ്, അതുപോലെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്, അതുപോലെ ഇവിടെ മാസം എന്ന് പറഞ്ഞാൽ ചൊവ്വ എന്ന് പറഞ്ഞാൽ 7 വർഷം, രാഹു എന്ന് പറഞ്ഞാൽ 18 വർഷം. പലപ്പോഴും രാഹുദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കെയർഫുള്ളായിരിക്കേണ്ട ഒരു സംഭവമാണ് രാഹുദശ, ശനിദശ. ഏറ്റവും മോശമാണ് ചിലർക്ക് രാഹുവിൻ്റെ. അപ്പം നമുക്ക് രാഹുവൊക്കെ പലർക്കും നല്ല ഹൗസിലാണ് നിൽക്കുന്നവർക്ക് വളരെ നല്ലതാണ് ആ രാഹുദശ വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം രാഹു നല്ലതുകൊണ്ട് അഴുക്കുമുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ വ്യാഴദശ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ദശയാണ്. വ്യാഴം 16 വർഷമാണ്. ശനി പലർക്കും പ്രശ്നമാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ശനിയെ പേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് 1-8 പൊസിഷൻ അല്ലെങ്കിൽ ഈ എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഈ ശനി 1592610 അങ്ങനെയുള്ള ഏതെങ്കിലും ആംഗിളിൽ നമുക്കിതിൻ്റെ വേറെ ഗ്രഹങ്ങൾ ഇതിൻ്റെ ശത്രു മിത്രങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് മാത്രമേ അതിനെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ അതും മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ അടുത്തത് ബുധദശയാണ്, മെർക്കുറി എന്നാണ് ബുധദശ. അപ്പം ബുധദശയും പൊതുവെ നല്ലതാണ്. അപ്പോൾ ഈ ജൂപ്പിറ്റർ, മെർക്കുറി അങ്ങനെയൊക്കെ ഉള്ളത് പൊതുവെ നല്ല ഇതാണ്. അതുപോലെ ശുക്രന് ഏറ്റവും നല്ല ദശയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടായാലും പലപ്പോഴും നമുക്ക് ഈ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഏത് ദശയിലാണ് നമ്മൾ നിൽക്കുന്നത്, അപ്പോൾ അങ്ങനെ ഇരിക്കുക, അതിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ള മനസ്സിലാക്കാം. അപ്പം നമുക്ക് അടുത്ത നോക്കാം. ഇനിയിപ്പം നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കിയേക്കണം, നമുക്കിപ്പോൾ ഒരു ഹൗസ് നമുക്കൊന്നെടുക്കാം, ഏതെങ്കിലും ഒരു സിംഗിൾ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഈ ഒരു ഹൗസാണെന്ന് വെച്ചു. നമുക്കപ്പം മെയിൻ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമുക്കൊരു ഹൗസ് ഒന്ന് എടുക്കാം. ഈ ഒരു ഹൗസ് നമുക്കാകെ 12 ഹൗസ് ഉണ്ട്. അപ്പോൾ ഈ 12 ഹൗസ് നമുക്കൊരു ഹൗസിനെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹൗസിനെ എടുക്കാം, ഈ ഹൗസ് എടുക്കാം. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഓരോ ഹൗസിൽ 1, 2, 3 ഇതാവുള്ളതെന്ന് പറയുന്നത് ഇതൊരു ഡിവിഷനുണ്ട്. 1 എന്ന് പറയുന്ന ഒരു ഡിവിഷന്, 2, 3 അത് 2 എന്ന് പറയുന്ന ഒരു ഡിവിഷന്, 3 എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ ഹൗസിലും 3 സബ് ഡിവിഷൻസ് ഉണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഇത് പറഞ്ഞത്. കാരണം അത് ഇപ്പം നമുക്ക് ആ ഒരു ഏകദേശം പറഞ്ഞുതരാം എങ്ങനെ വരുന്നെന്നുള്ളത്. അപ്പം നമുക്കിവിടെ ഇതിപ്പം സപ്പോസ് ഫസ്റ്റ് ഹൗസാണെന്ന് വിചാരിക്കുക. അപ്പം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ആ ഫസ്റ്റ് ഹൗസിനെ ഭരിക്കുന്നത് ഏരീസ്, മേടമാണ്. അപ്പം നിങ്ങൾ മേടം അതിനെ ഭരിക്കുന്നതിന് ഇതാണ് ചൊവ്വാണ് ഭരിക്കുന്നത്. അല്ല, ഹൗസ് മേടമാണ്, അതിനെ ഭരിക്കുന്നത് ചൊവ്വാണ്. അപ്പോൾ ചൊവ്വ ഒരു ഹൗസാണെന്നുള്ള രീതി. അപ്പോൾ ഈ ഒരു ഹൗസിൻ്റെ ഇത്ര ഏറിയ ഒരു ഹൗസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഒരു ഹൗസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഹൗസ്, ഈ അടിയിൽ കാണുന്ന ഒറ്റ ഹൗസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒറ്റ ഹൗസിനകത്ത് ഈ ഒരൊറ്റ ഹൗസ്, ഇത് ഫസ്റ്റ് ഹൗസാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഹൗസിന് അശ്വതി, ഭരണി, കാർത്തിക. അശ്വതിയുടെ 4 പാദം വരും, അതുപോലെ ഭരണിയുടെ 4 പാദം വരും, കാർത്തികയുടെ 1 പാദം. അത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അശ്വതിക്ക് 30.2 ഡിഗ്രി. അപ്പം ടോട്ടൽ നമുക്ക് 360 ഡിഗ്രിയാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഈ 360 ഡിഗ്രി ഡിവൈഡ് ബൈ 12 മാസം അടിച്ചു കഴിഞ്ഞാൽ 30.20 കിട്ടും. അതായത് 800 മിനിറ്റ് ഉള്ള രീതിയിലാണ് അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കാൽക്കുലേഷൻ ഓരോന്നിനും ഡീറ്റെയിൽഡായിട്ട് പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം ഇത് നമുക്ക് നോക്കുക. അപ്പോൾ ഈ 4 പാദം ഓരോന്നിനും നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ചാർട്ടൊന്ന് കാണിക്കാം. അപ്പോൾ മനസ്സിലാവും എന്താ അതിൻ്റെ വ്യത്യാസം.
അപ്പം നോക്കി നിങ്ങൾ ഇത് ഏരീസ് എന്ന് പറഞ്ഞാൽ മേടം. അപ്പോൾ ഈ മേടത്തിനകത്ത് നോക്കി ഇവിടെ 9 എണ്ണം ഉണ്ട്. ഇവിടെ 4 എണ്ണം മേളോട്ട് കയറിപ്പോയി. അപ്പോൾ ടോട്ടൽ ഇവിടെ 9 എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോ ഇതിനെയും ഭരിക്കുന്നത് ഇത് അശ്വതിയാണ്. ഈ അശ്വതിയുടെ നോക്കി അശ്വതി തന്നെ നോക്കി, അതായത് ചൊവ്വയാണ് അശ്വതിയെ ഭരിക്കുന്നത്. ഈ ചൊവ്വ കഴിഞ്ഞിട്ട് അതിൻ്റെ കേതു അത് സബ്ലോഡ് വരും. സബ്ലോഡ് കഴിയുമ്പോൾ നോക്കി ഇവിടെ വരുമ്പോൾ ഈ എത്ര ഡിവിഷൻ വരുന്നെന്ന് ആകെ 249 കോമ്പിനേഷനുണ്ട്. 249 നമുക്ക് 108 ഇത് കണക്കാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സബ് ഡിവിഷൻ വരുമ്പോൾ 120 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിക്കകത്ത് ഇത്ര 249 സബ് ഡിവിഷൻ വരുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഏരീസിനകത്ത് ഓരോ ഇതിനെയാണെങ്കിലും ഭരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഇത് 4ാമത്തെ പോർഷൻ സബ് ഡിവിഷൻ വരുമ്പോൾ 3 ഭരിക്കുന്നത്. 5 വരുമ്പോൾ മാസാണ്, രാഹുവാണ്, അപ്പം ജൂപ്പിറ്റർ, അങ്ങനെ ഓരോന്ന് മാറി വരുന്നെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത നോക്കി ഭരണി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ശുക്രനാണ് ഭരണി ഇവിടെ ഭരിക്കുന്നത്. ചൊവ്വാണ് ഇതിൻ്റെ ഒരു നക്ഷത്ര നാഥന്, പക്ഷെ എന്നിട്ട് ശുക്രനോടെ ഭരിക്കുന്നു. പക്ഷേ ശുക്രനകത്ത് ശുക്രനുണ്ട് പിന്നെയും. അപ്പോൾ ഇങ്ങനെയുള്ള ജനിക്കുന്ന ആൾക്കാർക്ക് ശുക്രൻ്റെ ആയിട്ടുള്ള കൂടുതൽ ഇത്. അതുപോലെ ഈ ശുക്രൻ പ്ലസ് സൂര്യൻ വരും, ശുക്രൻ പ്ലസ് ചന്ദ്രൻ വരും, ശുക്രൻ പ്ലസ് ചൊവ്വ വരും, ശുക്രൻ പ്ലസ് രാഹു വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓരോ ഇതിനും വരുമ്പോൾ ടോട്ടൽ 249 കോമ്പിനേഷൻ ഉണ്ടെന്നുള്ള ബേസിക്കായിട്ടുള്ള, കാരണം അഡ്വാൻസ്ഡ് സ്റ്റഡി പോകുമ്പോൾ ആ ഒരു രീതി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പല ഇതിനകത്തും നമ്മുടെ ഇവിടുത്തെ ഈ അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള പലതിലും ഈ ഒരു കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ എന്തൊക്കെ പ്രഡിക്ഷൻ നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രോബാക്സും കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മളിപ്പോൾ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തമായിട്ട് ഒരു കാര്യത്തിൻ്റെ അക്യുറസി പാർട്ടിൽ പോകുമ്പോഴുള്ള ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൗസ്, ഈ ഒരു പറയുന്ന ഒരു ഹൗസ്, ഈ ഒരു ഹൗസിനെ പിന്നെയും ഈ 3 ഹൗസായിട്ട് തിരിക്കും. അപ്പം ഈ ഒരു ഹൗസ് ഇവിടെ മുതൽ ഇങ്ങനെ ഒരു ഇത് വരും, അടുത്ത് വരുമ്പം ഇവിടെ. അപ്പം ഇതിനകത്ത് നോക്കുമ്പം ഇതിൻ്റെ 4 പാദം, ഇതിൻ്റെ 4 പാദം, ഇതിൻ്റെ 1 പാദം, ടോട്ടൽ അപ്പം എത്ര പാദമാണ് നമുക്കുള്ളത്? 9 പാദം. ഈ 9 പാദം ഇവിടെ കവറായി. അപ്പോൾ ഇതിനകത്ത് നോക്കി ആദ്യത്തെ പാദത്തെ വന്നപ്പോഴത്തേന് ഇവിടെ ഭരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേതുവാണ് ഭരിക്കുന്നത്. രണ്ടാമത്തെ നോക്കി അശ്വതിയുടെ ആദ്യത്തെ പാദത്തെ കേതു, പിന്നെ രണ്ടാമത്തെ നോക്കി വീനസ്, സൂര്യന്, ചന്ദ്രന്, ചൊവ്വ, അതുപോലെ മാസ്, ജൂപ്പിറ്റർ, സാറ്റൻ, മെർക്കുറി, വീനസ്, അങ്ങനെ അടുത്തത് പോകുമ്പം പിന്നെ ഇത് അടുത്ത വന്നു. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേന് 9 എണ്ണം ഇവിടെ കഴിയുമ്പോഴത്തേന് അടുത്തതിൻ്റെ സബ് ഡിവിഷൻ വരുമ്പം അടുത്ത അതിനകത്ത് 9. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടേ ഇതിനകത്ത് ഓരോന്നിനകത്തും 9 സബ് ഹൗസസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ആ 9 സബ് ഹൗസസ്, അപ്പോൾ ഓരോ നാളിനും 9 സബ് ഹൗസസ് ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മുടെ പ്രഡിക്ഷൻ പാർട്ടിലും കാര്യത്തിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇതെന്ന് പറയാൻ നമ്മുടെ ദശാസന്ധിയുടെ ദശാ സിസ്റ്റം തന്നെയാണ് ഈ ഒരു ദശാ സിസ്റ്റം. ഈ ദശയ്ക്ക് ഉപരിയായിട്ട് നമുക്ക് ഓരോ നാളുകാർക്ക് ഈ 9 ദശ ബൈ ബർത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെയാണ് പിന്നെ സബ് ഡിവിഷനാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ജനിക്കുന്ന ആൾക്കാരാണെന്ന് ഇവിടെ മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ് 1, 2, 3, 4, 5 ഇങ്ങനെ കറങ്ങി പിന്നെ ഇവിടുന്ന് വരും, ബാക്കി ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും അതേമാതിരി ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് ഇങ്ങനെ അടുത്തത് വന്നിട്ട് 3 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ല ആ ഒരു രീതിയിലാണ് ഈ ദശാ സിസ്റ്റം പോകുന്നത്. അപ്പോൾ ഓരോ നാളിൻ്റെയും ദശ അനുസരിച്ച് ഇങ്ങനായി വ്യത്യാസങ്ങൾ ദശയുടെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇത് പലരും പഠിച്ചവരാ, പക്ഷേ 90% ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി അറിയാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഒരു കാര്യങ്ങൾ എന്ത് സംഭവമാണ് നമ്മൾ പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇന്ന് $14 ബില്യൺ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിക്കാം. അതേമാതിരി 2030 ആകുമ്പോഴത്തേനെ ഇത് $20 ബില്യൺ ഈ ഒക്കൾട്ട് ഇൻഡസ്ട്രി മാറുക. അപ്പോൾ നിങ്ങൾ ആരിത് പഠിക്കുക എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാർട്ട് ടൈം ജോബോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ എടുക്കാനോ എല്ലാം ഒരു നല്ല ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റിയെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബൃഹനാടി, നക്ഷത്രനാടി, അല്ലെന്നൊരിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും KP അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്ന രീതിയിൽ അപ്പം നമുക്കിതിൻ്റെ വീഡിയോ ഒടുവ് വരെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരുപാട് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് വരാനുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റിൽ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. മീൻസ് അതിൻ്റെ ആയിട്ടുള്ള എന്തൊക്കെ ഇതിൻ്റെ പ്രഡിക്ഷൻ പാർട്ടി വരുമ്പോഴൊക്കെ എന്തുമാത്രം മോഡ്യൂളുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ ഇതിനകത്ത്
നിങ്ങളെ മോർ ദാൻ 1500 കൂടുതൽ ഇതിൻ്റെ പ്രഡിക്ഷൻ പാർട്ട് ഉൾപ്പെടെ ഇതിനകത്ത് കാണിച്ചു തരാം. ജസ്റ്റ് അങ്ങനെയൊക്കെ നിങ്ങൾ ഒന്നും മനസ്സിലാക്കുക. ഇത് വലിയൊരു സബ്ജക്റ്റാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ അത്ര അക്യൂറസി പാട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ, ഒരു ചെറിയ ഒരു കാര്യത്തിന് ഒരു നമ്പർ ഒരാൾക്ക് ഒരു ഇതും വേണ്ട. നമ്മുടെ അടുത്ത് പ്രശ്നശാസ്ത്രമുണ്ട്. ആർക്ക് ഏത് കാര്യം അറിയണമെങ്കിലും ജസ്റ്റ് ഫ്രം എ സിംഗിൾ ഒരു നമ്പർ കൊണ്ട് നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാമെന്നുള്ള അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രശ്നശാസ്ത്ര സംഭവം ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അസ്ട്രോളജിയുടെ വൈഡായിട്ട് വാസ്റ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്നൂടെ മനസ്സിലാക്കുക. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ ഇവിടുത്തെ ഈ ചാർട്ട് എന്ന് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം ഇങ്ങനെ പോകുന്നതിന് പകരം മറ്റേന്ന് പറഞ്ഞാൽ നേരെ തലതിരിച്ച് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്കിവിടെ ചാർട്ട് ഒന്ന് നോക്കാം. ഈ ഒരു ചാർട്ടിൽ എങ്ങനെ നമ്മുടെ ഇനിയിപ്പോൾ പ്രഡിക്ഷനാണ്. പ്രഡിക്ഷൻ പാർട്ടി വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ വേറൊരു കോളം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പം ചൊവ്വ, നേരത്തെ പറഞ്ഞ ചൊവ്വ, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, പിന്നെ ശുക്രൻ, ചൊവ്വ, ഗുരു, പിന്നെ ശനി, ഗുരു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അത് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഇവിടെ നോക്കിയേ, നിങ്ങളൊന്നിപ്പോൾ ഇത് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട. ഇപ്പോഴത്തെ നേരത്തെ നമുക്ക് പറഞ്ഞിരുന്നു 3 ഹൗസായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ ഇത് പ്ലാനറ്റാണ്. പ്ലാനറ്റ് എന്നാണ് നമ്മുടെ ഗ്രഹങ്ങൾ. അപ്പോൾ ഈ ഗ്രഹങ്ങളെ നമുക്ക് നോക്കാം. അതുപോലെ ഇത് റൂമായിട്ട് നമുക്ക് കണക്കാക്കും. റൂം, ബെഡ്, അതായത് ലോഡ്, സബ് ലോഡ്. അപ്പോൾ ലോഡും സബ് ലോഡ് സിസ്റ്റത്തിൽ കൂടെ വരുമ്പോഴേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രഡിക്ഷൻ നടക്കുകയുള്ളൂ. അതായത് ദശ, ഭുക്തി, അന്തർഭുക്തി എന്ന് പറയാം. ഡ്രൈവർ, കണ്ടക്ടർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ബസ് ഉണ്ടെന്ന് വരില്ല. ആ ബസ്സിനെ കൺട്രോൾ ചെയ്ത്, ഇപ്പോൾ ബസ്സാന്ന് വെച്ചു, ഇതൊരു ബസ്, ആ ബസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡ്രൈവർ വേണം. അതേമാതിരി ഒരു കണ്ടക്ടർ വേണം. കണ്ടക്ടറിന് വഴി അറിയാൻ ചിലപ്പോൾ ഡ്രൈവർ പുതിയായിരിക്കും. അപ്പോൾ കണ്ടക്ടർ അതിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഈ 3ഉം കൂടെ കൂടിയിരിക്കുമ്പോഴേ നമുക്കുള്ള അതിൻ്റെ ആയിട്ടുള്ള ഗുണഗണങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു 3ഉം കൂടെയുള്ള ഒരു ദശാസന്ധി, ഓരോ അന്തർദശയിലും ദശയിലും ഭുക്തി, അന്തർഭുക്തി ഇതൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള അന്തർഭുക്തി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി ഉള്ള പ്രഡിക്ഷനിലൊക്കെ ഉള്ള അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങളായിട്ട് കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൗസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹൗസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നോക്കുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സൂര്യൻ, സണ്ണ് 3, 5 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ സണ്ണ്, SU എന്ന് എഴുതിയേക്കുന്നത് സണ്ണാണ്. അപ്പോൾ സണ്ണ് എവിടെയാണ്? 3ാമത്തെ ഹൗസിലാണ്. അപ്പോൾ 3ാമത്തെ ഹൗസിലാണല്ലോ. അപ്പം ഈ 3ാമത്തെ ഹൗസ് അപ്പോൾ ഇവിടെ 3 എഴുതിയിട്ടുണ്ട്. ഈ സെയിം ഇതേ തന്നെ നോക്കിയേ, ഇവിടെ വന്നപ്പം ഇവിടെ സൂര്യൻ എന്ന് എഴുതിയിട്ടുണ്ട്, ഹൗസ് നമ്പർ 5. അപ്പം ഇവിടെ നോക്കിയേ, ഈ ഹൗസ് നമ്പർ 5 എന്നുള്ളത് അപ്പോൾ 3ഉം 5ഉം ഇവിടെ വന്നു, 3ഉം 5ഉം. അപ്പം ഇതാണ് 3ഉം 5ഉം എന്ന് ഇവിടെ എഴുതിയേക്കുന്നത്. പിന്നെ സബ് ലോഡ്, ഇതൊക്കെ നമുക്ക് എല്ലാം ഇന്നത്തെ സമയത്ത് നിന്ന് എല്ലാ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊണ്ടുതരും നമുക്ക് കമ്പ്യൂട്ടർ. പിന്നെ പ്രെഡിക്ഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രെഡിക്ഷൻ എക്സ്പേർട്ട് ആയിരിക്കണം. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാൽക്കുലേഷന് നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രെഡിക്ഷൻ പാർട്ടി വരുമ്പോൾ അക്യുറസിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ 3, 5. അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചന്ദ്രൻ 3, 4 എന്ന് എഴുതിയിട്ടാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ തന്നെ ഈ ഹൗസിൽ തന്നെ 3 ഇരിക്കുന്നുണ്ട്, 3. അപ്പം അവിടെ നോക്കിയത് നമ്മൾ 3 എഴുതിയിട്ടുണ്ട്. ആ സെയിം സംഭവം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇവിടെ നോക്കി ചാന്ന് എഴുതിയിട്ടുണ്ട്, ചന്ദ്രൻ. അപ്പോൾ ഇത് ചന്ദ്രൻ്റെ ഹൗസാണ്. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന 3, 4. അപ്പം നോക്കി ഇവിടെ വന്നപ്പോൾ 3, 4. അപ്പം ഈ 3ഉം 4ഉം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവിടെ 3 നിന്നു, ചന്ദ്രൻ നിന്നു. 4ാമത്തെ ഹൗസിലാണ് ചന്ദ്രൻ്റെ വീട്, ചന്ദ്രൻ്റെ ഒറിജിനൽ ഹൗസ് ഇതാണ്. അപ്പോൾ 3, 4. അപ്പോൾ അവിടെ സ്റ്റാർ ലോഡ്, സബ് ലോഡ്, അതായത് ഓരോരുത്തരുടെ റൂം, അല്ലെങ്കിൽ ബെഡ്. ഇപ്പം പറഞ്ഞല്ലോ, ഒരു ഹൗസിലെന്ന് പറഞ്ഞാൽ 9 ബെഡുണ്ട്. ഓരോ ഇതിനകത്തും 9 ബെഡുണ്ട്. ഒരു മുറിക്കകത്ത് ഒരു മുറിയെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനകത്ത് ഓരോന്നിനകത്തും 9 ഇത് വെച്ച് വരുന്നുണ്ടല്ലോ, 9 ബെഡ് വെച്ച് വരുന്നുണ്ട്. അപ്പം ആ 9 ബെഡാണ്. അപ്പം ഇതൊരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു വീടെന്ന് പറയും. വീട് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ആ റൂമിനകത്ത് 9 ബെഡ് ഇട്ടേക്കുന്നു. അപ്പം ആ അത്ര കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയെല്ലാം സിസ്റ്റം ജനറേറ്ററായിട്ടുള്ള റിപ്പോർട്ട് കിട്ടും.
അപ്പോൾ ഇതാണ്. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ, മാർസ് എന്ന് പറഞ്ഞാൽ ചൊവ്വ 168 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 168 എന്താണെന്ന് നിങ്ങൾക്ക് നോക്കാം, മനസ്സിലാക്കാൻ വേണ്ടി. നോക്കി ഇവിടെ ചൊവ്വ എന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കുന്നു നോക്കി, തേണ്ട് നിൽക്കുന്നു ചൊവ്വ ഇരിക്കുന്നു. അപ്പോൾ ചൊവ്വ ഇവിടെ നോക്കി 6 എഴുതിയിട്ടുണ്ട്. പക്ഷേ 1 ഇവിടെ നിന്ന് വന്നു, തേണ്ട് ചൊവ്വയുടെ ഹൗസ് ആണ് ഇവിടെ എഴുതി, ഇവിടെ പറഞ്ഞിരുന്നു ചൊവ്വയുടെ ഹൗസ് ചൊവ്വ, ഇവിടെ ചൊവ്വയുടെ ഹൗസ് ചൊവ്വ. അപ്പോൾ നോക്കി ഈ ഒരു ചൊവ്വയുടെ ഹൗസ് വരുമ്പോൾ ഈ ഒരു 1 എന്നുള്ള ഹൗസ് ഇവിടെ വന്നു, 1. ആ സെയിം സംഭവം 1 ഇപ്പം ഇവിടെ വന്നു, 1 വന്നു, 6 വന്നു, 8 വന്നു. അപ്പോൾ 8 നോക്കി എന്ത് ചെയ്യും, 8 ചൊവ്വാന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നി. ഇനി ഒരെണ്ണം കൂടെ പറയാം, ബാക്കി എന്നിട്ട് നമുക്ക് പ്രഡിക്ഷൻ പാർട്ടിലോട്ട് പോകാം. അല്ല വീഡിയോ ഒരുപാട് നീണ്ടുപോയി, ഇപ്പം തന്നെ ഒരുപാട് ലോങ്ങാണ്. നമ്മൾ പ്രതീക്ഷിച്ച മാതിരിയുള്ള മീൻസ് തീരത്തില്ല ആ ഒരു, കാരണം ഇപ്പം തന്നെ ഒരുപാട് ലോങ്ങാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് ആ ഒരു സബ്ജക്റ്റ് കവർ ചെയ്ത് പോകാതിരിക്കാൻ പറ്റത്തില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നമുക്ക് ഇനി നോക്കുമ്പം മെർക്കുറി നോക്കിക്കഴിഞ്ഞാൽ, മെർക്കുറി നോക്കിക്കോ, അവിടെ മെർക്കുറി നോക്കിക്കഴിഞ്ഞാൽ 3-6 എന്ന് എഴുതിയേക്കുന്നത്. അപ്പം 3-6 എന്ന് പറഞ്ഞാൽ മെർക്കുറി എന്ത് ചെയ്യും, മെർക്കുറി എവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പം ഈ മെർക്കുറിയെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പം 3-6 മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാരണം എന്താണ്, ഇത് ബുധനാണ്, ഓൾറെഡി ബുധൻ്റെ ഹൗസിലാണ് ഇരിക്കുന്നത്. അപ്പം ബുധൻ്റെ ഹൗസിൽ ബുധൻ ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. അതേപോലെ 6 ബുധനാണ്, 6 എന്ന് പറയുന്ന ഹൗസ് ബുധനാണ്. അപ്പം ഈ ഇവിടെ ബുധൻ ഇരിക്കുന്നു. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് മെർക്കുറി. ഇനി വേണമെന്നൊരു ജൂപ്പിറ്ററോടെ പറയാം, 6, 9, 12. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് വന്നു. അപ്പം ജൂപ്പിറ്റർ എവിടെ ഇരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പം നമുക്ക് ഇനിയിപ്പം ജൂപ്പിറ്ററോട് അങ്ങ് പറഞ്ഞേക്കാം, കാരണം ഇത് വേണ്ട, ജൂപ്പിറ്റർ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറും. അപ്പോൾ ജൂപ്പിറ്റർ നോക്കുമ്പോൾ 6, 9, 12. ഇവിടെ നോക്കിയേ 6, 9, 12 എഴുതിയേക്കുന്നത്. അപ്പോൾ നോക്കിയേ ഇവിടെ നമ്മൾ നോക്കിയേ ഗുരു ഇവിടെ ഇരിക്കുന്നു, 6, 9, 12. അപ്പോൾ അവിടെ ഗുരു ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ 6, 9, 12 പിന്നെ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിന് നമുക്കിനി പ്രഡിഷൻ എങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഇത് നോക്കി, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നമുക്ക് ഇതിലൂടെ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പം നമുക്കിപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആദ്യത്തെ 1 എന്നുള്ള സംഭവം എടുത്തു കഴിഞ്ഞാൽ സണ്ണിനകത്ത് 1, 3. അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സൂര്യൻ എന്നുള്ളിടത്ത് നോക്കിയേ, ഇവിടെ 3, 5. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ 3 എഴുതും, 5 എഴുതും. പിന്നെ അതുപോലെ ശനി 6, 10, 11. 3, 5, 6, 10, 11. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ എന്നുള്ളിടത്ത് വരുമെന്ന് വിചാരിക്കുക. അടുത്ത അതുപോലെ 3 എന്നുള്ളിടത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 വരുമ്പോഴും ഇതേമാതിരി തന്നെ ഈ 3, 4, അതേപോലെ 6, 10, 11. പിന്നെ അവിടെ സെയിം റിപ്പീറ്റേഷനാണ് വരുന്നതുകൊണ്ട് നമുക്കത് നോക്കണ്ട. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ, മാർസ് എന്ന് പറഞ്ഞാൽ ചൊവ്വ. അപ്പോൾ മാർസിൻ്റെ ഇവിടെ വരുമ്പോഴത്തെ 1, 6, 8, 1, 6, 8. അതേപോലെ ബാക്കി അതിൻ്റെ കണ്ടീഷൻ. പിന്നെ ഇവിടെ വന്നപ്പോൾ 1, 6, 8. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് 6 പിന്നെയും വന്നു. 6 അപ്പം നമ്മളത് എഴുതണ്ട, 8 ഇല്ല. പിന്നെ 10, 11. അപ്പോൾ 10, 11 ഇങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ വന്നെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കിപ്പോൾ പ്രഡിക്ഷനിൽ പോകുമ്പോഴത്തേന് പടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ട് മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെന്ന് ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി. A to Z കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇതൊരു വർത്താണ്. പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണ്. ഇങ്ങനെ ഒരു ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരാളും പറഞ്ഞു തരികയല്ല, അത് മനസ്സിലാക്കുക. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോ, ഇത്ര ആ ഒരു കണ്ടിട്ടുണ്ടെന്ന് പറയാം. അതേപോലെ ആൾക്കാർ ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ, ആരെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഇങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് വേണമെന്നതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിങ്ക് ഇല്ലെന്നതിൽ ഒരു വാട്സപ്പിലായാലും കോൺടാക്ട് ചെയ്യാം. ലിങ്ക് കാണും, നോക്കാം. ഇല്ലെന്നതിൽ ആഡ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത നോക്കിയിട്ട് ഇപ്പം നമുക്ക് 3 കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മെർക്കുറി നമുക്ക് നോക്കാം. മെർക്കുറിയുടെ നോക്കിയേ, മെർക്കുറി എവിടെ എഴുതുമ്പോൾ നമ്മൾ മെർക്കുറി ഇവിടെ എഴുതുമ്പോൾ നോക്കൂ, മെർക്കുറിയുടെ അപ്പോൾ 3, 6, 3ഉം 6ഉം
അതേമാതിരി 3 6 പിന്നെ 6 പിന്നെ ഉള്ളതുകൊണ്ട് 9 9 12 എഴുതുക. 9 12 12 എഴുതി. 9 12 പിന്നെ സണ്ണ് 3 5 അപ്പോൾ 3 ഓൾറെഡി ഉണ്ട്. അപ്പം നമുക്ക് എഴുതുന്നതിൽ ഇവിടെ 5 ഉണ്ട്. ഓർഡറിൽ എഴുതാനാണെന്നതിൽ 3 5 6 6 9 12. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീരീസ്. അടുത്ത് വരുമ്പോഴത്തേന് ജൂപ്പിറ്റർ വരുവാണെന്ന് നോക്കിയേ. ജൂപ്പിറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ജൂപ്പിറ്ററിൻ്റെ നോക്കിയേ 6 9 12 6 9 12 ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആകേണ്ട. ഇതിൻ്റെ കാൽക്കുലേഷൻ എല്ലാം സിസ്റ്റം കൊണ്ടുത്തരും. കാരണം ഇതിൻ്റെയൊക്കെ പറഞ്ഞു തരാം. അത് കാൽക്കുലേഷൻ ഉണ്ട്. അത് ക്ലാസ്സിൽ വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ ഒരു ലോങ് വീഡിയോ ആണ്. ഇത്ര ഒരു ചെറിയ സബ്ജക്റ്റ് മീൻസ് വലിയ വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റ് ചെറിയൊരു ഇതിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇവിടുത്തെ ആ ഒരു കോമ്പിനേഷനൊക്കെ അതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഈ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് 6 9 12 കഴിഞ്ഞ് ഈ ഒരു രീതി 2 3 6 7 9 11 12 അത്രയും എഴുതേണ്ടി വരും. 2 3 6 7 9 11 12 പിന്നെ ഇതും ഇതെല്ലാം കൂടെ കൂട്ടി ഇവിടെ എഴുതേണ്ടി വരും. അപ്പം നോക്കിക്കേ 2 3 6 ഇപ്പോൾ 6 9 ഇപ്പോൾ 6 ഇവിടെ വന്നു. ഇപ്പം 7 9 7 9 9 12 അപ്പോൾ 11 12 10 11 12 9 10 11 12 അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട. ഇനി നമുക്ക് അടുത്തെന്ന് നമുക്ക് ആ പ്രെഡിക്ഷൻ പാർട്ടിലോട്ട് പോകാം. പ്രെഡിക്ഷൻ എങ്ങനെയാണെന്ന് വെരി സിമ്പിളാണ്. ഇപ്പോൾ ഇത്രയും നമുക്ക് ഇതൊക്കെ സിസ്റ്റം ജനറേറ്റ് ചെയ്ത് തരുന്നത്. നിങ്ങൾ ഈ പണ്ടത്തെമാരെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഉള്ളതല്ല ഈ അസ്ട്രോളജി. പക്ഷെ എന്നൊരു മെനക്കെടണം, പഠിക്കണം. ഇച്ചിരി പഠിച്ച് താല്പര്യമുള്ള ആൾക്കാർക്കാണെന്ന് ഞാൻ പറയുന്നത്. ഒരു വീട്ടിൽ ഇരുന്ന് തന്നെ ഒരു മാസം വേണമെങ്കിൽ ഒരു 50,000 മുതൽ 1,00,000 രൂപ വരെ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഏത് സംഭവമായാലും പഠിക്കാൻ ലൈഫിൽ എങ്ങും എത്താൻ പറ്റുകയില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ എഡ്യൂക്കേഷനുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നോക്കിയേ നമുക്കിവിടെ എഡ്യൂക്കേഷൻ നോക്കും. പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് പ്രൈമറി എഡ്യൂക്കേഷനെ നമ്മൾ നോക്കുന്നത്. 2 പ്രൈമറി എഡ്യൂക്കേഷൻ. അതുപോലെ മെയിൻ എഡ്യൂക്കേഷന് 4 നമ്മൾ മെൻഷൻ ചെയ്ത മതി. ഇത് സാറ്റിസ്ഫാക്ഷൻ്റെ ഹൗസാണ്. നമ്മൾ എന്ത് പഠിച്ചാലും എടുത്താലും അതിനകത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെന്ന രീതിയിൽ നമ്മൾ പോയി. അപ്പോൾ ആ 11 നമുക്ക് അവിടെ പലയിടത്തും വരുന്നത് നമുക്ക് നന്നായിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കുട്ടിക്ക് അപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ ആ ഒരു നേരത്തെ പറഞ്ഞിടത്ത് തന്നെ ഒരു 4 9 11 എന്നുള്ള ഒരു കോമ്പിനേഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 9 11 കിട്ടിക്കഴിഞ്ഞാൽ എ ഗ്രേഡ് മാർക്ക് കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ 4 11 ബി ഗ്രേഡ് മനസ്സിലാക്കുക, ബി ഗ്രേഡ് കിട്ടും. അതുപോലെ 5 11 എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ലോവർ ദാൻ ബി. അപ്പോൾ ഇത് ഫസ്റ്റ് ഗ്രേഡ്, ബി സെക്കൻഡ് ഗ്രേഡ്, അതിനെക്കാട്ടിൽ ഇച്ചിരി താഴെയായിട്ടുള്ള 5 11 അടുത്ത ഗ്രേഡ്, അത് കുറഞ്ഞ ഗ്രേഡ് കിട്ടും. അതിൽ 4 9 എന്ന് പറഞ്ഞാൽ സി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഇച്ചിരി താഴെയുള്ള ഗ്രേഡ്. 2 5 9 എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ടറി മീൻസ് ഒരു അത്ര ഇല്ലെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ് കിട്ടുന്നത്. അതുപോലെ 6 8 12 എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ആൻഡ് ഒബ്സ്റ്റക്കിൾ ഇൻ സ്റ്റഡി. അപ്പം ഇത്രയും സംഭവമാണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ. അപ്പം നോക്കി നിങ്ങൾക്ക് എത്ര സിമ്പിളാണ് പ്രഡിക്ഷൻ എന്ന് വെച്ച്. അപ്പോൾ ഇത് കാര്യങ്ങൾ പഠിക്കാതെ ഒരു കാരണവശാലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഇമ്പോർട്ടൻ്റ്. പിന്നെ സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം തരുന്നുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അപ്പം നോക്കി ഈ സെയിം അത് തന്നെ നമ്മൾ വേറൊരു സൈഡിലൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നോക്കി നിങ്ങൾക്ക് ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓരോ ഹൗസസിൻ്റെ ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചാർട്ടാണെന്ന് വരില്ല ഇത്ര നേരം പറഞ്ഞ്. ഇത് സൗത്ത് ഇന്ത്യൻ ചാർട്ട് ഓരോ ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഗ്രഹങ്ങളും അതിൻ്റെ ഓരോ കാൽക്കുലേഷനും പിന്നെ പറയാനും എടുക്കാനും എല്ലാം പറ്റും. അതേമാതിരി ഇത് നോക്കി ഇത് നമ്മുടെ ഗോചാരമാണ് എഴുതിയിട്ടേക്കുന്നത്. ഗോചാരം നോക്കി നമുക്ക് പ്രെഡിക്ഷൻ നടത്താനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഗുരുവിനകത്ത് ഗുരു നിൽക്കുന്നു, ഇവിടെ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റും. ഇപ്പം തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ ശനിയും ഗുരുവും കൂടെ കണക്റ്റാണ്. 4815 4812. അപ്പോൾ 12 ശനി ഇവിടുന്ന് ശനി ഗുരുവിൻ്റെ മേളിൽ പാസ് ചെയ്യുന്നു. ഇത് ഗോചാരമാണ്, ഇത് ഗോചാരമാണ്. അപ്പോൾ ഗുരുവിൻ്റെ മേളിൽ ഇവിടെ ഡയറക്റ്റ് ഗുരു വന്ന് നിൽക്കുന്നു.
അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാനും പഠിക്കാനും എടുക്കാനും എല്ലാം പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇതേമാതിരി ഒരു ഇൻഫർമേഷന് നമുക്കിത് കെ പിയുടെ ഇതിൻ്റെ ഒരു ചാർട്ടായി പറഞ്ഞു കൊടുത്തിരുന്നത്. അതുപോലെ നോക്കി ദശ, അന്തർദശ, വംശോത്തരി ദശ, ഇങ്ങനെ കാര്യങ്ങൾ, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് നമുക്കിതെല്ലാം സിസ്റ്റം ജനറേറ്ററാണ്. സിസ്റ്റം എല്ലാം നമുക്ക് കൊണ്ടുത്തരും. നമ്മളപ്പോൾ അതിനകത്ത് പലതും ഒരുപാട് നമുക്ക് പണ്ടത്തെ കാലമായിട്ട് വംശോത്തരി ദശ, അത് അന്തർദശ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കാൽക്കുലേഷൻ ഇങ്ങനെ എടുത്ത് വരാനും ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഇതായിട്ട് പഠിക്കാനും എടുക്കാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണെന്ന രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കുക. ഓരോ ദശയും അന്തർദശ അങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. പിന്നെ നമ്മൾ നോക്കിയേ, ഓരോ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനെപ്പറ്റി പിന്നെയും ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ ആ ഓരോ ഹൗസിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളെ നോക്കി. അപ്പം ഇങ്ങനെ ഇതും സെൽഫ് എഫോർട്ട്. പിന്നെ അത് ഞാൻ ഓടിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് ഓരോ ഇനിയും ഡീറ്റെയിൽഡായിട്ടുണ്ട്. 2, 4, 11 ഈ ഒരു വരെ 9, 11 പറഞ്ഞതിന് ബാക്കി നോക്കി ഇനിയും കൂടുതലായിട്ട് ആ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇതിനകത്ത് വിവരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. പിന്നെ ഓരോന്നിനും ഡീറ്റെയിൽഡായിട്ട് എത്ര പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിക്കാം എടുക്കാമെന്നുള്ള കാര്യങ്ങളെ പിന്നെയും നമുക്ക് ഡീപ്പായിട്ടുള്ള പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് വിശദമായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സംഭവമാണിതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നോക്കിയാൽ അങ്ങനെ ഓരോ ഗ്രേഡും, ലേസിനെസ്, ഇൻ്റലിജൻസ്, ഓരോ ഹൗസിൻ്റെ ഇമ്പോർട്ടൻസും ഡീറ്റെയിൽഡായിട്ടുള്ള എങ്ങനെയാണ് എന്താണ് നോക്കിയേ ദശാഭുക്തി, അന്തർഭുക്തി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും അപ്പോൾ അത് കോമ്പിനേഷൻ ചേട്ടാ. അപ്പോൾ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി, ഇത് 3 സയൻസ് ഞാൻ കൂട്ടി ഇണക്കിയാണ് പറയുന്നത്. ബൃഹനാടിയുണ്ട്, KP അസ്ട്രോളജി ഉണ്ട്, നക്ഷത്രനാടിയുണ്ട്. പിന്നെ സക്സസ് റേറ്റ്, എഡ്യൂക്കേഷൻ്റെ സക്സസ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ അതിൻ്റെ ചാർട്ട് കാര്യങ്ങൾ, റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സലൻസി റേറ്റ്, പിന്നെ എങ്ങനെയൊക്കെ വരുന്നു ഓരോ ഇതിൻ്റെ, പിന്നെ ഓരോ ആൾക്കാർക്ക് ഏതൊക്കെ കോഴ്സുകൾ. ഇപ്പം നോക്കിയേ, ഇപ്പോൾ ഇതിനകത്ത് ഏരിയ ഓഫ് എഡ്യൂക്കേഷൻ എന്തൊക്കെ പഠിക്കാം, ഏത് സ്റ്റഡി പഠിക്കാം, അങ്ങനെയല്ല സെൽഫ് എഫോർട്ട് കാര്യങ്ങൾ, റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ A to Z ഇവിടെ പ്രതിപാദിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നോക്കിയേ, അത് ആർമി, പോലീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോൾ, എന്നാലും ഞാൻ ഇത് ഓടിച്ച് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇത് നോക്കിയേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാടുള്ള ഒരു പൊട്ടൻഷ്യലുള്ള ഒരു സംഭവമാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബേസിക് ഇതിൻ്റെ ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് നിങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഉണ്ടെന്ന് വരില്ല. അതുപോലെ മെയിൻ എന്നുള്ള കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് കാര്യങ്ങൾ കറക്റ്റാണോ അല്ലയോ, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ, നിങ്ങളുടെ എന്താണ് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡൗട്ടുള്ളവർ ഒന്നുകൂടെ കാണുക. ഒന്നുകൂടെ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് വരില്ല നമുക്ക് നോക്കാം. അതിൻ്റെ ഡൗട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി എഡ്യൂക്കേഷനായിട്ടുള്ള പറയുന്നത്. ഇനിയും അടുത്ത ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വരുന്നുണ്ട്. മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള വരുമ്പോഴത്തേനെ തന്നെ നമ്മൾ മെയിൻ ഒരു ഡെമോ പോയിന്റ് മാറി ഇപ്പോൾ ഇനിയിപ്പോൾ വരുമ്പോഴത്തേനെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സംഭവത്തിൽ കൂടെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ നമ്മൾ അതിനകത്ത് കവർ ചെയ്യാൻ പല ഇതുണ്ടായിട്ടുള്ള ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിവിടെ നോക്കിക്കോ, ഓരോ ആൾക്കാരുടെ ലൈഫ് പാർട്ട്ണർ സെലക്ഷൻ, ലീഗൽ പാർട്ട്ണർ ഉണ്ടായിരിക്കും, അല്ലെ ഫാമിലി അഡിക്ഷൻ ഉണ്ടായിരിക്കുന്ന ആൾക്കാരൊക്കെ, റിലേറ്റീവ്സ് ഉള്ള എൽഡർ പ്രൊവൈഡഡ് മാരേജ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അതുകൂടാതെ സക്സസ് ഇൻ മാരി വിത്ത് എബോ കോമ്പിനേഷൻ. ഇനി ഒരു കാര്യം കൂടെ അതിനകത്ത് പറഞ്ഞില്ല, ഇനിയും കൊണ്ട് ഒരു ഡീറ്റെയിൽഡായിട്ട് വരുന്നത് കണ്ടോ, ഫാമിലി അഡിക്ഷന്, പിന്നെ പാർട്ട്നേഴ്സ് സെലക്ഷൻ ആൻഡ് ലീഗൽ പാർട്ട്ണർ ആണോ അല്ലയോ, റിലേറ്റീവ്സ് ആണോ, എൽഡർ അപ്രൂവ്ഡ് മാരേജ് ആണോ, ആൾക്കാർ അറിഞ്ഞിട്ടുള്ള കല്യാണം, സക്സസ് ഇൻ മാരേജ് ആൻഡ് എബോ കോമ്പിനേഷൻ. നമ്മൾക്ക് ഈ കല്യാണം നടത്തിക്കഴിഞ്ഞാൽ അത് സക്സസ് ആകുമോ, വിജയിക്കുമോ, പിന്നെ ഇത് ലവ് ഡിസയർ ഓഫ് എ പേഴ്സൺ, സെലക്റ്റീവ് ചൂസിങ് എ പാർട്ട്ണർ, അങ്ങനെ എൻഗേജ്മെൻറ്റ് ആയിട്ടുള്ളതോ, ഡിസ്കഷൻ വിത്ത് പാർട്ട്ണർ, പിന്നെ അല്ലെങ്കിൽ പേരൻസിൻ്റെ അറിവോടെ കല്യാണം കഴിക്കാൻ പറ്റുമോ,
അങ്ങനെ A to Z കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഇത് മാത്രമല്ല പ്രശ്നശാസ്ത്രത്തിൽ കൂടെ ഈ പല കാര്യങ്ങൾ അറിയാൻ പറ്റും. ഡേറ്റ് ഓഫ് ബർത്ത് അറിയാൻ പറ്റാത്ത ആൾക്കാർക്കും ഈ ഒരു 279 ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ്റെ ഡീറ്റെയിൽസ് ഈ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നതാണ്. അതുപോലെ കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ പറയുകയാണ്. ഇനിയും വേറൊരു ചാർട്ടൂടെ കാണിക്കാം. ഇത് കണ്ടോ, സെക്കൻഡ് മാരേജ്, ലവ് മാരേജ്, 5 ഇൻവോൾവ്, ഓരോ ഡ്യൂറിങ് ഓരോ ദശാസന്ധി ഭുക്തി അന്തർഭുക്തി ഒക്കെ വരുമ്പോഴത്തേന് ഓരോ പാർട്ട്ണറിൻ്റെ ആയിട്ടുള്ള ഓരോ പ്രിഡിക്ഷൻ എങ്ങനെ നടക്കുന്നു. അപ്പം ഇനിയും ഇതിൻ്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ 1 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ 2 വന്നു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഇൻട്രസ്റ്റ് ഫാമിലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇത് വരുന്നത്. അപ്പം അങ്ങനെ നെഗോഷിയേഷൻ പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ ലവ് വിത്ത് ഹൈ സെലക്റ്റീവ് പേഴ്സൻ്റെ അങ്ങനെയുള്ള കല്യാണം കഴിക്കുന്നത്, ഒബ്സ്റ്റക്കിൾ ഉണ്ട്, അങ്ങനെ ഒരുപാടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് പറയാനും എടുക്കാനും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഡീപ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ ആ മാരേജുമായിട്ടുള്ള സക്സസ് റേറ്റ്, എത്ര സക്സസ് റേറ്റാണ്, ഇപ്പോൾ എങ്ങനെ മാരേജുമായിട്ട് ബന്ധപ്പെട്ട മാരേജ് ലൈഫ് എങ്ങനെയായിരിക്കും, ഹൈ സക്സസ് ആയിരിക്കുമോ അല്ലായിരിക്കുമോ. അപ്പോൾ അങ്ങനെ A to Z അറിയാനുള്ള സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ നല്ലതാണോ അഴുക്കാവുന്ന കല്യാണം, ആ റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ ദശാഭുക്തി അന്തർഭുക്തി എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ള മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ഒരു സബ്ജക്റ്റ് അല്ല. നമ്മളിപ്പോൾ ഏകദേശം 300 പോയിൻ്റ് ആ ഒരു ഇതിനകത്ത് കവർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കി ഈ ഒരു വരുമ്പോഴത്തന്നെ എത്ര പോയിൻ്റ് ഇതിനകത്തുണ്ടോ. ഓരോ ലൈഫിലെ ഓരോ സാഹചര്യങ്ങളും ഗവൺമെൻറ് ഹെൽപ്പ് ഉണ്ടാകുമോ, ഓരോ കാര്യങ്ങൾ അല്ലെന്നില്ല സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ, അങ്ങനെ ഓരോ ഇതെല്ലാം പ്രെഡിക്ഷൻ ലോഗരിതം. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം 1600 കൂടുതൽ പോയിൻ്റാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം മാർക്കോ ചെയ്ത് വെച്ചേക്കുന്നതാണ് എളുപ്പം പ്രെഡിക്ഷൻ ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്കിത് ഓരോ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഹൗസ് വരുമ്പോഴത്തേന് എങ്ങനെ ആയിരിക്കും എന്നുള്ള പല കാര്യങ്ങളും ഇവിടെ നോക്കുക. ഇപ്പോൾ മാരേജിൻ്റെ ആയാലും ഇങ്ങോട്ട് വരുമ്പോഴത്തേന് അപ്പോൾ ഇത് മാരേജുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. സ്പൗസ് കം വിത്ത് റിച്ച് ഫാമിലിയിൽ നിന്നാണോ സ്പൗസ് വരുന്നത്, റിച്ച് ഫാമിലിയിൽ നിന്നാണോ അല്ലാതുള്ള ഫാമിലിയിൽ നിന്നാണോ, പിന്നെ ലോണ് ക്ലിയർ ചെയ്യാനുള്ള ക്ലിയറൻസ് ഓഫ് ലോണ്, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് ഡിലേ ഇൻ മാരേജ് ഡിലേ ആകുമോ, പൊളിറ്റിക്കൽ സക്സസ് മാരേജിനകത്തുണ്ടാകും. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ചോദ്യത്തിനനുസരിച്ച് നമുക്ക് പലതും ഗെയിൻ ത്രൂ പാർട്ട്ണർ. അപ്പം ഒരു കല്യാണത്തിൽ 7-11 വന്നു കഴിഞ്ഞാൽ പാർട്ട്ണർ ത്രൂ അവിടെ നമുക്ക് ഗെയിൻ ഉണ്ടാകും, നമുക്ക് നേട്ടങ്ങളുണ്ട്. റെസ്പെക്റ്റഡ് ബൈ പബ്ലിക് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള അങ്ങനെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഡൈവേഴ്സ് ഉണ്ടാകാൻ 7-12 എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ്. അപ്പം അങ്ങനെ അതുപോലെ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാലും ഒത്തിരി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പറയാനെടുക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് ഇൻ എഡ്യൂക്കേഷൻ. അപ്പോൾ നോക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ 4 വന്ന് 8ഉം 4ഉം കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ 4-8 വന്നു കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് ഇൻ എഡ്യൂക്കേഷൻ. പിന്നെ അല്ലെന്ന രീതിയിൽ ബ്രേക്ക് ഇൻ എഡ്യൂക്കേഷൻ. അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഡാമേജ് ഇൻ എഡ്യൂക്കേഷൻ 358 അല്ല 4358 അത് എഡ്യൂക്കേഷൻ്റെ ഹൗസ് 358 വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടക്കുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നത്. അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് പ്രതിപാദിക്കാൻ ഡൈവേഴ്സ് സെപ്പറേഷൻ. അപ്പം ഒരു 7-6 വന്നു കഴിഞ്ഞാൽ ഡൈവേഴ്സ് ഓഫ് സെപ്പറേഷൻ ലൈഫ് പാർട്ട്ണർ ടു എക്സ്റ്റെൻഡ് ബിഗിൻ ഡീറ്റെയിൽഡായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പറയാനുള്ള വരും. അതേമാതിരി പാർട്ട്ണർ അപ്പ് ടു സാറ്റിസ്ഫാക്ഷൻ, പാർട്ട്ണർ ഇങ്ങനെ ഉള്ളത് കാര്യങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്ര ഒരു പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഡീപ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റാണെന്ന് മനസ്സിലാക്കുക. അസ്ട്രോളജി അല്ലാതെ ഇതെൻ്റെ തിയറിയാണെന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സംഭവമല്ല. അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള
നൂറ്റാണ്ടുകൾക്ക് പാരമ്പര്യമുള്ള ഒരു ശാസ്ത്രമാണ്. അതിൻ്റെ പ്രഡിഷൻ ആൽഗരിതമാണിത്. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് കിട്ടിയതും എടുത്തതും പല ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതും എടുത്തതുമൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്ത. അപ്പോൾ ഈ ഒരു വാശി സബ്ജക്റ്റിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. KP റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ടാണ്, KP അസ്ട്രോളജിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ടാണ്. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എവിടെയാണ് പ്രതിപാദിക്കപ്പെടുന്നത്. ഓരോ സംഭവങ്ങളും ഡൈവേഴ്സ് ഫൈനലൈസ്ഡ്. 6-11. അപ്പോൾ നമുക്ക് ഓരോ ഇത് പ്രശ്നശാസ്ത്രത്തിലും നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നശാസ്ത്രം വെച്ചിട്ട് ഓരോ ഉള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് പറയാൻ പറ്റുമെന്നുള്ള മനസ്സിലാക്കുക. ഇത് നോക്കിയേ, 5-8-12 വന്നതിന് ഷുഗറാണ്. അവിടെ സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്ത് ഫ്രണ്ട്. അപ്പം ഫ്രണ്ടുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാനുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ 1600 ചില്ലുവാനം പ്രെഡിക്ഷൻസ് ആൽഗരിതമാണ് ഈ ഒരു സംഭവത്തിലുള്ളത്. 1500 റൂൾസേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത്രയും 1600 കൂടുതൽ പ്രെഡിക്ഷനും കാര്യങ്ങളും ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഉള്ള റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട പഠിക്കാനോ എടുക്കാനോ താല്പര്യമുള്ളവർക്ക് ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പം ഇതിൻ്റെ പൊട്ടൻഷ്യൽ പറഞ്ഞു $14 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഇപ്പോഴേ. അത് 2030 ആകുമ്പോഴത്തേന് $20 ബില്യൺ ഇൻഡസ്ട്രി ആവുക. കാരണം ബാക്കി വേറൊരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രി നേരെ താഴോട്ട് പോകുമ്പോഴത്തേന് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി, പുതിയ വാതിലുകളല്ല, പുതിയ മേച്ചിൽപ്പുറം തുറന്നു വരികയാണ്. മാത്രമല്ല ഇന്ത്യയിൽ ഇന്ന് ഈ അസ്ട്രോളജി നല്ല അസ്ട്രോളജി അറിയുന്ന ആൾക്കാർ -5% പോലും അസ്ട്രോളജി ചെയ്യുന്നതിലില്ല. 2%, -2% എന്ന് പറയാം. അത്ര ആൾക്കാരേ ഉള്ളൂ. ഇന്ത്യയുടെ ഷോർട്ടേജ് ഓഫ് ദ അസ്ട്രോളജേഴ്സ് എന്ന 1 ലക്ഷം അസ്ട്രോളജിസ്റ്റിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പം ലാംഗ്വേജൊക്കെ അറിയുന്ന ആൾക്കാർ കാണുന്നൊരു വളരെ ഓപ്പർച്യൂണിറ്റിയാണ്, വാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഇതാണ് ഇതേപ്പറ്റി പറയാനുള്ളത്. ഇന്നും നമുക്കറിയാം 600 ഒരു വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ, കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അസ്ട്രോ ഗുരു എന്ന് പറഞ്ഞത് വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് അവിടെ നിന്ന് വേണമെങ്കിലും ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിൽ അത് കിട്ടും. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാനെടുക്കാനോ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി വേറൊരു ഇതുമായിട്ടുള്ളൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ തന്നെ നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ സ്ലൈഡ് കാര്യങ്ങൾ അത്ര എന്ന് പറഞ്ഞാൽ ഇതൊരു 1 man ഷോ ആണ്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാനൊക്കെ നമ്മൾ ടൈം എടുത്തു, അത്ര എഫോർട്ട്. പക്ഷേ ഐ ആം ഡെഡിക്കേറ്റഡ്. നമുക്ക് ആ ഒരു കാര്യങ്ങൾ കുറേ ദിവസം എടുക്കേണ്ടി വന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക്സ്. ബൈ.